നമുക്കിവിടെ ഉള്ള ഓരോരുത്തരെയും പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് അനിത. നടുവിനെ അങ്ങ് പിടിച്ചു നിവർത്തുവോ വലിച്ചു നിവർത്തുവോ അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. നമ്മളിപ്പം പ്രജന വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ തന്നെ ഒരാളെ ഇപ്പൊ കണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. സാറേ നമസ്കാരം. ഇതിന് ചുറ്റും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വൈകുന്നേരമൊക്കെ അടിപൊളിയായിട്ട് വന്നിരിക്കാൻ പറ്റും. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പം അടൂര് നൂറിനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ ആദ്യ വീഡിയോ ഈ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ട്. 100 കണക്കിന് ആൾക്കാരാണ് നല്ല റിസൾട്ട് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെ പറഞ്ഞേക്കുന്നത്. ഇവിടുത്തെ രണ്ടാമത്തെ വീഡിയോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു നടുവേദനയായാലും മുട്ടുവേദനയായാലും പെടവേദനയായാലും എന്ത് വേദനയായാലും വേരോടെ പിഴുതെറിയുന്ന ഒരു ഹോസ്പിറ്റലാണ്. അതിന്റെ വിശേഷങ്ങൾ കാണാം. കയറി വരുമ്പോൾ തന്നെ അടിപൊളിയാണ്. നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ട്. നമുക്ക് ഡോക്ടറെ കാണാം. നമസ്കാരം ഡോക്ടറെ. ഇപ്പൊ ആദ്യം വന്ന് ഫസ്റ്റ് വീഡിയോ തുടങ്ങിയപ്പോ തന്നെ ബോംബെ നിന്ന് ഒരാൾ വരുന്ന വഴിയാ. അപ്പൊ പുള്ളി നമ്മളെ കാണാനിരുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്ന് മാറിപ്പോയെന്ന് പറഞ്ഞ്. അപ്പൊ ഈ ഒരു എല്ലാവരുടെയും നല്ല വാക്കുകൾ കൊണ്ടാണ് രണ്ടാമത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഡോക്ടറെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു, നല്ല രീതിയിൽ പോകുന്നു. നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. നമുക്കൊരു ഭയങ്കര വെല്ലുവിളിയുള്ള കുറെ കേസുകൾ അതുകൊണ്ട് ചികിത്സിക്കാൻ കിട്ടി. മാത്രമല്ല പലരും ഇവിടെ ഒന്ന് ചോദിക്കാറുണ്ട് ഈ വേരോടെ പിഴുതു മാറ്റുക എന്നുള്ളത്. എല്ലാരും അല്ല, ശരിക്കും പോയവര് പോലും നമ്മളോട് വിളിച്ചു പറഞ്ഞ എങ്ങനെയാണ് വിശേഷമായിട്ട് മാറി തന്നെ പോകുന്നതെന്നുള്ളത്. അതൊരു സന്തോഷം തന്നെ. നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? പിന്നെന്താ. നമുക്കിവിടെ ഉള്ള ഓരോരുത്തരെയും പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് അനിത. അനിത. സ്ഥലം? മാവേലിക്കര. എന്തായിട്ട് ഇവിടെ വന്നേ? ഞാൻ ബാക്ക് പെയിൻ ആയിട്ട് വന്നതാണ്. സ്പൈന് പ്രോബ്ലം ആയിട്ട് വന്നതാണ്. ഇപ്പൊ എത്ര ദിവസമായി? ഇപ്പോൾ 19th ഡേ ആണ് ഇന്ന്. ടോട്ടൽ 21 days ട്രീറ്റ്മെന്റ് ആണ്. എങ്ങനെയുണ്ട് ഇപ്പം? ഇപ്പോൾ ബെറ്റർ ആയി. ഒരു 85% ഓക്കെയാണ്. ഓക്കെ ആയിട്ടുണ്ട്. നേരത്തെ നടക്കാനും ഇരിക്കാനും ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നോ? 1 year ബിഫോർ എനിക്ക് പ്രോബ്ലം ആയിരുന്നു. നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറച്ച് മെഡിക്കേഷനൊക്കെ എടുത്ത് ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. കുവൈറ്റിലായിരുന്നു. അപ്പോൾ ഈ പ്രോബ്ലമായിട്ട് വന്നതാണ് ഇവിടെ. അന്നേരം കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ഓക്കെ ആയിരുന്നു. പക്ഷേ പിന്നെയും പ്രോബ്ലമായി. ഞാൻ റെസിഗ്നേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ്. എനിക്ക് വന്നതിൽ ഒരുപാട് ബെറ്ററായി. ഇദ്ദേഹത്തിന് എന്തായിരുന്നു പ്രശ്നം? നടുവേദന തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഈ എല്ലാ നടുവേദന എന്ന് പറയുമ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ നടുവേദന ഒരു ശരീരത്തിനുണ്ടാവുന്നതല്ല. അതിൽ ഒരു മൈൻഡിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ കൂടുതലാണ്. അത് ഇദ്ദേഹത്തിനായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റുന്നത്. ആക്ച്വലി എനിക്ക് ബാക്ക് പെയിൻ ആയിട്ട് മെൻ്റലി ഒരുപാട് ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നാണ് അതിൻ്റെ റീസൺ മനസ്സിലായത്. അപ്പോൾ എനിക്ക് എൻ്റെ മെൻ്റൽ കണ്ടീഷനെ ഒരു പരിധി വരെ ഇപ്പോൾ ഓക്കെ ആക്കാൻ പറ്റുന്നുണ്ട്. കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. അതുവഴി എനിക്ക് ബാക്ക് പെയിൻ ഒത്തിരി ബെറ്റർ ആവുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അനുഭവം കൊണ്ട് പറയുവാണ്. നമ്മളിപ്പം എന്താണ് മനസ്സിനെ മനസ്സിലാക്കിയിട്ടുള്ള ചികിത്സാ രീതി കൊണ്ടുള്ള മാറ്റം, ആ ഒരു മാറ്റം ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ വെളിയിൽ ഒരാളോട് പറയുമ്പോൾ ചിലപ്പം ഈ മനസ്സും അല്ലെങ്കിൽ ഈ നടുവേദനയായിട്ട് എന്താണെന്ന് ചോദിക്കും, ഇല്ലയോ ഡോക്ടറെ? അങ്ങനെ ചോദിക്കും. അങ്ങനെ പഴികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് നടുവേദനയായിട്ട് വന്ന് ഡോക്ടർ പറഞ്ഞു എനിക്ക് വട്ടാന്ന്. അങ്ങനെയൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത ആളുകളുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും ആ തെളിവാണ് നിൽക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അപ്പം ശരിക്കും ജോലി വരെ മാറ്റി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. തീർച്ചയായിട്ടും ആ ഒരു കണ്ടീഷൻ വരെ ആയി എൻ്റെ ഒരു സിറ്റുവേഷൻ. കാരണം എൻ്റെ മൈൻഡ് ഓൾറെഡി ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഈ ഒരു ഇഷ്യൂസ് കാരണം. ആ മൈൻഡിനെ ക്ലിയർ ആയപ്പോൾ തന്നെ നമ്മൾ പകുതി ഓക്കെ ആയി. ഓൾമോസ്റ്റ് ക്ലിയർ ആക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ. പിന്നെ ഒപ്പം യോഗ അതൊരു ബെറ്റർ ഒരു ഓപ്ഷനാണ്. ഇനി മുന്നോട്ട് നമ്മൾ അത് ചെയ്യും. തീർച്ചയായിട്ടും. അല്ലയോ? പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ കുറേ പേരുണ്ട് ഇവിടെ. അപ്പോൾ അവരെ ഒന്നും നേരിട്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ അനുഭവങ്ങൾ നമുക്ക് പറയുന്നത് കേൾക്കാം. ഡോക്ടറെ, ഇദ്ദേഹത്തിന് എന്താ പ്രശ്നം? സ്കോളിയോസിസ് ആണ്. അപ്പം ഈ സ്കോളിയോസിസ് എന്ന് പറയുമ്പം 2 തരത്തിൽ, ഇപ്പോൾ കുട്ടികളിലും ഉണ്ടാകുന്നതുണ്ട്, പ്രായപൂർത്തിയായിട്ടുണ്ടാകുന്നതുകൊണ്ട്. നമുക്ക് കൂടുതലും വരുന്നത് കുട്ടികളാണ്. അപ്പോൾ കുട്ടികളിലുണ്ടാകുന്ന സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ജീവിതശൈലി രോഗമാണ്. അതായത് നമ്മൾ ഇപ്പോൾ വരുന്ന ഈ കുട്ടികളെ നോക്കിയാൽ അറിയാം, ഒരു വരുന്ന 90% കുട്ടികൾക്ക് മലർന്ന് കിടന്നിട്ട് മുട്ട് വളയ്ക്കാതെ 2 കാലും ഒന്നിച്ച് ഉയർത്താൻ പറഞ്ഞാൽ ഉയർത്താൻ പറ്റാത്ത കുട്ടികളാണ് വരുന്നത്. ചേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ചേട്ടൻ്റെ ഒരു 15ാമത്തെ വയസ്സിൽ മലർന്ന് കിടന്ന് 2 കാലും പൊക്കാൻ പറ്റാത്ത അത്രയും ബലമില്ലാഴിക ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. എവിടെയും ചാടിക്കയറുന്ന ഒരു പ്രായമാണ്. അപ്പം അതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നമാണ്. കാരണം പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല, ഔട്ട്ഡോർ ഗെയിംസ് ഇല്ല, ജോലികൾ ചെയ്യുന്നില്ല, എല്ലാം നമ്മൾ വളരെ സെഡൻറ്ററി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലല്ലേ. അപ്പോൾ വീക്കാണ്, കോർ സ്ട്രെങ്ത് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് പ്രായപൂർത്തിയാവുന്ന സമയത്ത് കുട്ടികൾ പെട്ടെന്ന് നീളം വെക്കുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടാൻ ഈ മസിലുകൾക്കൊരു ഡിലേ വരും. എല്ലാം വളർന്നു പോവും, മസിലുകൾക്ക് ബലം ഉണ്ടാവില്ല. അപ്പോൾ ഇത് വളഞ്ഞു പോവും. അങ്ങനെയാണ് ശരിക്കും ഈ സ്കോളിയോസിന്റെ വളവ് തുടങ്ങുന്നത്. പിന്നെ ഈ വളവ് ഒരു ചെറുതായിട്ടായി കഴിഞ്ഞാൽ പോലും വെയിറ്റിന്റെ ബാലൻസിങ് ആകെ മാറി അല്ലേ. ഒരു വശത്തേക്ക് കൂടുതൽ ലോഡ് അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു വശത്തെ മസിൽ കൂടുതൽ ബലപ്പെടുന്നു, ഓപ്പോസിറ്റ് സൈഡിലെ മസിലിന്റെ ബലം കുറയുന്നു. 2 വശത്തെ മസിൽ ഒരുപോലെ വലിച്ചു പിടിക്കുമ്പോഴാണ് നേരെ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് പ്രശ്നമാവും. ഒരു വശത്തേക്കുള്ള വലിച്ചിൽ കൂടും, വളവ് കൂടി വരും. അപ്പോൾ നമ്മളിതിനെ പരിഹരിക്കുന്നത് ഈ മസിലിൻ്റെ ഇക്വിലിബ്രിയം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നടുവിനെ അങ്ങ്
പിടിച്ച് നിവർത്തുവോ വലിച്ചു നിവർത്തുവോ അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. യോഗയിലൂടെ ഈ മസിലിൻ്റെ ഇക്വിലിബ്രിയം കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്പൈൻ നാച്ചുറലി നേരെ ആകും. പിന്നെ ഈ കുറേ പഞ്ചകർമ്മയിലൂടെ ഒക്കെ ഉഴിച്ചിലും ഈ ട്രാക്ഷൻ മസാജ് എന്നൊക്കെ പറയും, ഇതൊക്കെ ചെയ്യുമ്പോൾ സ്പൈൻ കുറേ നേരെയാവും. അത് കിടക്കുമ്പോഴാണ്. പക്ഷേ ആ മസിലിൻ്റെ ഇക്വിലിബ്രിയം ശരിയാവാത്തിടത്തോളം കിടക്കുമ്പോൾ എത്ര നേരെയായാലും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീണ്ടും വളഞ്ഞു പോകും. ശരിക്കും വന്നതിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചോദിക്കാം, എവിടെ സ്ഥലം? തൃശ്ശൂർ. എത്ര വയസ്സുണ്ട് മോക്ക്? എനിക്ക് 11 വയസ്സ്, 12 വയസ്സാണ്. 12 വയസ്സായി. ഇപ്പൊ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം. ഇപ്പൊ എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് അല്ലയോ? എത്ര വയസ്സ് തൊട്ട് മോക്ക് പ്രശ്നം ഉണ്ടായിരുന്നു? ഒരു 10 വയസ്സ് തൊട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. മോക്ക് എത്ര നാൾ കൊണ്ട് ഈ പ്രശ്നമുണ്ട്? ആൾക്ക് കുറച്ച് നാളായി പറയണു ഇങ്ങനെ വേദനകൾ. അപ്പോൾ നമ്മൾ ആൾക്ക് സ്കെൽട്ടനായ കാരണം അതിനകത്ത് ഇത്ര ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ കുറച്ചും കൂടി ഇതായപ്പോൾ വേദന കൂടുതൽ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത്. അപ്പോൾ ആദ്യം ഇല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ അവർ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ പ്രശ്നം പറഞ്ഞത്. ഈ പ്രശ്നം അറിഞ്ഞത് എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ്. പിന്നെ അവർ ന്യൂറോ സർജനെ കാണിക്കാൻ പറഞ്ഞ് ഞങ്ങൾ എറണാകുളം കൊണ്ട് കാണിച്ചിരുന്നു. അപ്പോൾ അവർ സർജറിയാണ് പറയുന്നത്. നമുക്ക് സർജറി ചെയ്യാനുള്ളൊരു താല്പര്യക്കുറവ് കാരണം ഞങ്ങൾ ആയുർവേദം. ചെറിയ ആളല്ലയോ? അപ്പൊ അങ്ങനെ ആയുർവേദം നോക്കിയതാണ്. എങ്ങനെയുണ്ട് വന്നതില്? ഒന്നായാലും ബെറ്റർ ആയിട്ടുണ്ട്, കുറച്ച് നല്ല ബെറ്റർ ആയിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്യുന്ന കേസുകളാ പലതും വരുന്നത്. ഇപ്പം കുഞ്ഞു കുട്ടികളൊക്കെ ആവുന്നതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ മടി കാരണമാണ് ഈ ആയുർവേദത്തിലോട്ട് ഇങ്ങനെ വന്ന് ഈ കാര്യങ്ങൾ. പക്ഷെ അതിനുള്ളൊരു ഫലം കൃത്യമായിട്ടുണ്ട്. ആ ഡോക്ടറെ ചികിത്സയുടെ രീതി എന്ന് പറഞ്ഞാൽ വേരോടെ മാറ്റുക എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ ഇതേപോലുള്ള ഓരോ ആൾക്കാരുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പം പ്രജനെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ തന്നെ ഒരാളെ ഇപ്പൊ കണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. സാറേ നമസ്കാരം. പേര്? നമസ്കാരം, ഷാജി ജേക്കബ് എന്നാണ്. ഇപ്പൊ എവിടുന്നാ വരുന്നത്? ഞാൻ ബോംബെന്നാ വരുന്നത്. ബോംബെന്ന് വരുന്നത്? അപ്പം സാറേ എങ്ങനെ വന്നേ ഇവിടെ? സാറിന്റെ വീഡിയോ ഞാൻ കണ്ടു, നമ്മുടെ വീഡിയോ. പിന്നെ വേറൊരു കസിൻ പറഞ്ഞു ഇങ്ങനെ അവരെ സ്വന്തക്കാരോട് പോയിട്ട് നല്ല ഭേദമായിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ഭേദമുണ്ട്. ഞാൻ ശരി ഏതായാലും ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. നാട്ടിൽ വേറെ താല്പര്യമില്ല. അപ്പൊ ഏതായാലും ഒരു ബാക്ക് പെയിൻ ഉണ്ട്. അപ്പൊ ഇത് ഈ 2 മണി ഒരുമിച്ചാണ്ട് കഴിച്ചു കളയാൻ വിചാരിച്ചാൽ വന്നതാ. അടുത്ത ആളെ പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് ശ്രീലാൽ. എവിടെ സ്ഥലം? ഓച്ചിറ. അടുത്ത് തന്നെ? അടുത്തടുത്ത്. ഓ ശരി. എന്തായിട്ടാ വന്നത് ഇവിടെ? ഞാൻ 2021 ഡിസ്ക് ബൾജായിട്ടാണ് വന്നത്. പിന്നെ അത് അവിടുന്ന് ഭേദമായി പോയി. പിന്നെ ഇപ്രാവശ്യം വെക്കേഷൻ വന്നപ്പം ഡോക്ടറെ അടുത്ത് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാമല്ലോ. മൊത്തത്തിൽ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെയാണ്. അപ്പൊ ഇവിടെ ആദ്യം അദ്ദേഹം വന്നിട്ട് പോയതാണ്. രണ്ടാമതും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി തന്നെ ഡോക്ടറെ എടുത്താ വരുന്നത്. ഡോക്ടർ എന്തായിരുന്നു പ്രശ്നം ഇദ്ദേഹത്തിന് നേരത്തെ? നടുവേദന തന്നെ. നമ്മൾ എല്ലാ നടുവേദനയും പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ സൈക്കോസൊമാറ്റിക് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതായിട്ട് പ്രത്യേക അസുഖമാണെന്നൊന്നുമല്ല. നമ്മൾ സ്ഥിരം കാണുന്ന നടുവേദനയൊക്കെ തന്നെ സൈക്കോസൊമാറ്റിക് ആണ്. അപ്പോൾ എല്ലാ നടുവേദനയും നമ്മൾ പറയും എനിക്കൊരു പ്രശ്നവും ഇല്ല, ഇത് എൻ്റെ നടുവേദന ഒരു മൈൻഡുമായിട്ടൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല എന്നൊക്കെ പലരും പറയും. പക്ഷേ ഏതൊരു നടുവേദന നോക്കിയാലും നടുവേദന ഉണ്ടാവാൻ ഒന്നെങ്കിൽ ഒരു സ്ട്രെസ് കാരണമാവും, അല്ലെങ്കിൽ നോക്കുക നടുവേദന ഉണ്ടായാൽ അത് തന്നെ ഒരു സ്ട്രെസ്സാണ് അല്ലേ. അപ്പം അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ കൂടെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് പരിപൂർണമായിട്ടും മാനേജ് ചെയ്യും. പിന്നെ ഈ നടുവേദന എന്നല്ല ഏതൊരു അസുഖവും നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതൊരു അസുഖത്തിനും അടിസ്ഥാനപരമായിട്ട് 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന് സ്ട്രെസ്സും ഒന്ന് ജീവിതശൈലിയും, ലൈഫ് സ്റ്റൈലും. സ്ട്രെസ്സിനെയും കറക്റ്റ് ചെയ്യുക, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതശൈലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏതൊരു അസുഖത്തിനും പരിഹാരമായി. നമ്മളിപ്പോൾ ഒത്തിരി പേരെ പരിചയപ്പെട്ടു. പക്ഷേ ഒരു 10ഓളം ആൾക്കാരുണ്ട് ഇവിടെ. എല്ലാവരെയും നമുക്ക് കൊച്ചു കുട്ടികളാവുന്നതുകൊണ്ട് അതുകൊണ്ടാണ് കൂടുതലായിട്ട് നമ്മൾ പരിചയപ്പെടുത്താത്തത്. അപ്പോൾ ശരിക്കും ഡോക്ടറെ ഈ വേരോടെ പിഴുതു മാറ്റുക എന്നുള്ള രീതിയാണ് ഇവിടുത്തെ. എന്ത് അസുഖത്തിനും ഇപ്പോൾ പെടൽ വേദനയാലും മുട്ടുവേദന നടുവേദന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെന്താണ് അങ്ങനെയുള്ള ചികിത്സ? ഏത് രീതിയിലാണ്? നമ്മുടെ ഈ കൂടുതലും വരുന്നത് ഇപ്പോൾ നടുവേദന, നട്ടലിൻ്റെ വളവ്, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ബാക്കിയുള്ള ഈ വളരെ അപൂർവമായിട്ടുള്ള കേസുകളും വരാറുണ്ട്. പക്ഷേ കൂടുതലും ഇതാണ് വരുന്നത്. 99% കേസുകളും ഇതാണ്. അപ്പോൾ അതിനെ വെച്ച് നമുക്ക് പറയാം. ഇപ്പോൾ നടുവേദന എന്ന് പറയുന്ന സാധനം എങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതലും അനുഭവപ്പെടുന്നത്? പെട്ടെന്ന് കുനിയുമ്പോൾ ഒന്ന് ഉളുക്കി പിടിച്ചു അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലിലേക്കൊരു വേദന അനുഭവപ്പെടുന്നു. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് നടുവേദനയിൽ കൂടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കുനിയുമ്പോൾ കൊളുത്തി പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് കുനിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ തീരുമാനിച്ചു നമ്മൾ കുനിയുകയാണെന്ന്. പക്ഷേ അതിനോടൊത്ത് ഈ മാംസപേശികൾ, മസിൽസ് പ്രതികരിക്കുന്നില്ല. നമ്മളുടെ ആ ചിന്തയ്ക്കനുസരിച്ച് മസിലുകൾ പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിക്കാത്തത്? നമ്മളുടെ ന്യൂറോ മസ്കുലാർ റെസ്പോൺസ് ടൈം എന്ന് പറയും, നമ്മൾ ചിന്തിക്കുമ്പോൾ മസിലുകൾ പ്രവർത്തിക്കാൻ എടുക്കുന്ന സമയം അത് വളരെ കുറവാണ്. അതിന് കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ഇല്ലായ്മയും ഒരു ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ മസിലുകൾക്കുണ്ടാകുന്ന തുടർച്ചയായ മുറുക്കവുമാണ്. പിന്നെ രണ്ടാമത് ഇപ്പോൾ കാലിലേക്ക് വേദന ഉണ്ടാകുന്ന സയാറ്റിക് പെയിൻ എന്ന് പറയും, സയാറ്റിക് നെർവ് കംപ്രഷൻ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം കൂടുമ്പോൾ നമ്മുടെ ഒരു തലച്ചോറിലെ ന്യൂറോൺസ് ഹൈപ്പർ ആക്റ്റീവ് ആകും. ന്യൂറോൺസ് ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പം ന്യൂറോ മസ്കുലാർ ആക്ടിവിറ്റി, തലച്ചോറിനും മസിലിനും ഇടയിലുള്ള ഒരു ഇൻട്രാക്ഷൻ അത് വർദ്ധിക്കുന്നു. ഇത് വർദ്ധിക്കുമ്പോൾ മസിലുകളുടെ മുറുക്കം കൂടുന്നു.
ഈ മുറുകിയ മസിലുമായിട്ട് നമ്മളൊന്ന് മൂവ് ചെയ്യുന്നതൊന്ന് ഓർത്ത് നോക്കിയേ, ഉറപ്പായിട്ടും ആ മൂവ്മെന്റ് ഒരു ജെർക്കി ആയിരിക്കും അല്ലേ, ഒരു സ്മൂത്ത് ആയിരിക്കില്ല, ഫ്രിക്ഷൻ ഉണ്ടാവും, കറക്റ്റ് ആവില്ല. അങ്ങനെ വരുമ്പോൾ അത് തേയ്മാനത്തിനുള്ള സാധ്യത കൂട്ടും. ഇതാണ് ഈ ഡിസ്കിൻ്റെ തള്ളല്, തേയ്മാനം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഇതുമൂലം കാലിലേക്ക് വേദന ഉണ്ടാവും, നടുവിന് കുളത്തിപ്പിടുത്തം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ അടിസ്ഥാനപരമായിട്ടൊരു നടുവിന് വേദന എന്ന് പറഞ്ഞാൽ 2 കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നത്, സ്ട്രെസ്സ് കൊണ്ടും ജീവിതശൈലി കൊണ്ടും. അപ്പോൾ നമ്മൾ ആ ഒരു അതിൻ്റെ പിന്നിലുള്ള ആ സ്ട്രെസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ പിന്നിലുള്ള ഇമോഷനെ ഐഡൻറ്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യുക. പിന്നെ യോഗയിലൂടെ ഈ നമുക്ക് ഈസി ആയിട്ട് കുനിയാനും വളയാനും പറ്റുന്ന തരത്തിൽ ന്യൂറോ മസ്കുലാർ റെസ്പോൺസ് ടൈമിനെ കറക്റ്റ് ചെയ്തെടുക്കുക, ഫ്ലെക്സിബിലിറ്റിയെ കറക്റ്റ് ചെയ്തെടുക്കുക, സ്ട്രെങ്തിനെ കറക്റ്റ് ചെയ്തെടുക്കുക. ഇതാണ് ചെയ്യുന്നത്. അപ്പം ഈ നടുവിന് വേദനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നടുവിന് വേദന പിന്നിലുള്ള അടിസ്ഥാന വികാരം എന്ന് പറഞ്ഞാൽ ഒരു വാശി, നമ്മൾ ഓടിയിട്ട് അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ള ഒരു തോന്നൽ. അപ്പോൾ അതൊരിക്കലും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഇമോഷണൽ സ്ട്രെസ് ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു സ്ട്രെസ് ആയിരിക്കില്ല. അത് കൂടുതലും ഒരു പ്രൊഫഷണലായിട്ടുള്ള നമ്മുടെ ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഒരു സ്ട്രെസ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ട്രെസ്സാണ് പലപ്പോഴും നടുവിനെ ബാധിക്കുന്നത്. പക്ഷേ തോളിലേക്ക് വരുമ്പം അത് വേറൊരു തരത്തിലുള്ള ഒരു ഇമോഷനാവും, കുറച്ചുകൂടി ഒരു ഇൻസെക്യൂരിറ്റി, അരക്ഷിതബോധം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ആ ഒരു സാധനത്തിനെ കൂടെ സോൾവ് ചെയ്യാതെ ഒരിക്കലും ഈ അനുഭവിക്കുന്ന ഈ ശാരീരികമായ പ്രശ്നത്തിന് പരിപൂർണ്ണ പരിഹാരം സാധ്യമാവില്ല. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നത്തിനെ വേരോടെ പിഴുത് മാറ്റി എന്ന് തന്നെ കരുതും. ഇപ്പം മേളിൽ നമ്മുടെ ഒരു മേഡം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം ആ മനസ്സിനെ അല്ലെങ്കിൽ അതിനെ കറക്റ്റായിട്ട് പഠിച്ച് ചെയ്തതിൻ്റെ ഗുണമാണ് ഇപ്പം നമ്മളൊരു ഒരാളോട് സംസാരിച്ച് ശരിക്കും ഇവിടുന്ന് പോകുന്ന ആൾക്കാരോട് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളിൽ എത്രമാത്രം ശരിയാന്നുള്ളത്, അല്ലയോ? തീർച്ചയായും. പിന്നെ നമ്മുടെ സ്കോളിയോസിസ്, നമ്മൾ രണ്ടാമത് കാണുന്ന ഒരു സാധനമാണല്ലോ, ഇപ്പം ഇവിടെ കണ്ട സാധനമാണ് സ്കോളിയോസിസ്. ഈ സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ നട്ടല് വളഞ്ഞു പോവുക, ഒരു വശത്തേക്ക് വളഞ്ഞു പോവുക. അതെന്തുകൊണ്ടാണ് വളയുന്നത്? പെട്ടെന്ന് നീളം വെക്കുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടാൻ മസിലുകൾക്ക് പറ്റുന്നില്ല, വളഞ്ഞു പോകുന്നു. പിന്നെ ആ വളവ് ഒരു തവണ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും തനിയെ കൂടിക്കോളും. അതും ഈ പറഞ്ഞ പോലെ ജീവിതശൈലി കൊണ്ട് തന്നെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതും ജീവിതശൈലിയിലൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും പെർമനന്റ് സൊല്യൂഷൻ. വരുന്ന ആൾക്കാരെല്ലാം ഡോക്ടർ ഇങ്ങനെ ആ മനസ്സ് പഠിക്കാറുണ്ടോ? എല്ലാ ആളുകളെയും നമ്മുടെ ഒരു പനിയായിട്ട് വന്നാൽ പോലും മനസ്സ് പഠിക്കും. കാരണം ഒരു നമ്മുടെ ഒരു ഇപ്പം രോഗപ്രതിരോധ സംവിധാനം എന്ന് പറയുന്ന ആ ഒരു സാധനത്തിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ മനസ്സിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഒരു പനിയാണെങ്കിൽ പോലും അതിനെ മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ, മനസ്സ് സന്തോഷമാണെങ്കിൽ ആ പനി മാറാൻ വളരെ എളുപ്പമാണ്. അപ്പം എന്ത് കാര്യത്തിനെയും മനസ്സ് കറക്റ്റ് ആണെങ്കിൽ അതിജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അതിജീവിക്കണമെന്നെങ്കിൽ അത് കൃത്യമായിട്ട് എങ്ങനെ അതിജീവിക്കും എന്നുള്ള രീതി ഡോക്ടർ പറഞ്ഞു മനസ്സിലാക്കും. അതെ, എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസുഖത്തിനെയും ചികിത്സിച്ച് ഭേദമാക്കാൻ ലോകത്തൊരു ഡോക്ടർക്കും കഴിയില്ല. ഒരു ഡോക്ടർക്ക് പറ്റുന്നത് ഒരസുഖം ഭേദമാവാനുള്ള ഏറ്റവും അനുകൂലമായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു സാഹചര്യം ഒരാളിൽ ഉണ്ടാക്കി കൊടുക്കുക. മാനസികമായിട്ട് സന്തോഷമാവുക, ശാരീരികമായിട്ട് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുക. ശാരീരികമായിട്ട് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചകർമ്മങ്ങൾ ചെയ്യുന്നത്. ഫങ്ഷണൽ കറക്ഷന് വേണ്ടിയിട്ടൊക്കെ പഞ്ചകർമ്മങ്ങൾ ചെയ്യുന്നു. യോഗയിലൂടെ സ്ട്രെച്ചിങ്ങും ഒക്കെ ചെയ്ത് സർക്കുലേഷനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്തൊരു അനുകൂല സാഹചര്യം ഉണ്ടാകുന്നു. മാനസികമായിട്ടുള്ള അനുകൂല സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സാധനമാണ് ഈ മെഡിറ്റേഷൻ. അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്നു. അവർ തന്നെ അവരുടെ അസുഖത്തിനെ ഹീൽ ചെയ്യുന്നു. ഡോക്ടർ, ഈ മെഡിറ്റേഷൻ എല്ലാവരും കേൾക്കാറുണ്ട്. എന്താണ് ഈ മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളിവിടെ ചെയ്യുന്ന രീതി പറയാം. നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ യോഗയിൽ, അഷ്ടാംഗ യോഗയിൽ യമം, നിയമം, ആസനം, പ്രാണായാമം എന്ന് പറയും. ഈ ആസനവും പ്രാണായാമവുമാണ് എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്. അതിന് ശേഷമുള്ള ഒരു 4 അംഗങ്ങളുണ്ട്: പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇന്ദ്രിയങ്ങളെ വിഡ്രോ ചെയ്ത് മനസ്സിലേക്ക് എത്തിച്ച് ധ്യാനിക്കുന്ന ഒരു അവസാനം സമാധിയിലെത്തുന്ന ഒരു പരിപാടി. ഇതിനെ ഒരു മോഡേൺ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ടെക്നിക്കുകളിലൂടെ മിക്സ് ചെയ്ത് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ വിഡ്രോ ചെയ്ത് ഒരു ധാരണയിലേക്ക് എത്തുന്ന ഒരവസ്ഥ നമ്മളൊരു കൗൺസിലിംഗ് ടെക്നിക്കിലൂടെയാണ് ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ ചെയ്യാറുണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ? കേരളത്തിലില്ല. ഇത്തരത്തിലൊരു സൈക്കോസൊമാറ്റിക് കൺസെപ്റ്റിൽ ശാരീരികമായിട്ടുള്ള രോഗങ്ങളുടെ പിന്നിലുള്ള മാനസികമായിട്ടുള്ള ഒരു പ്രശ്നത്തിനെ കണ്ടെത്തി മെഡിറ്റേഷനിലൂടെ പരിഹരിക്കുന്ന മറ്റൊരു സ്ഥാപനം ഇല്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ബാക്കി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതിന് ചുറ്റും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വൈകുന്നേരമൊക്കെ അടിപൊളിയായിട്ട് വന്നിരിക്കാൻ പറ്റും. ഡോക്ടർ, ഈ പഞ്ചകർമ്മ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് ചെയ്യുന്നത്? പഞ്ചകർമ്മ നമ്മൾ ആക്ച്വലി നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ ഒരു തുടക്കമായിട്ട് നമ്മുടെ ശരീരത്തെ അതിന് വേണ്ടി ഒരു പാകപ്പെടുത്തിയെടുക്കുക. അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പം പലതരം സ്റ്റിഫ്നെസ്, നീർക്കെട്ടുകൾ, അല്ലെങ്കിൽ ഒരു പിടുത്തം, ഇതൊക്കെയായിട്ട് വരുന്ന ഒരാളെ നമ്മൾ ഒറ്റയടിക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ യോഗ അതിലൂടെ പോകുമ്പോൾ അവർക്കൊരു ഇഞ്ചറി വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ആ നീർക്കെട്ടുകൾ, പിടുത്തം ഇവയെ കുറയ്ക്കാൻ വേണ്ടി
നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആയുർവേദ രീതിയിലുള്ള പഞ്ചകർമ്മങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. ആദ്യം നമ്മൾ ചെയ്യുന്ന അഭ്യംഗം പോലത്തെയുള്ള, അതായത് തടവൽ, പിന്നെയുള്ള നമ്മൾ ധാരകളുണ്ട്, ശരീരമാസകലം കഷായധാര, അതായത് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് ഉൾപ്പെടുത്തിയുള്ള മരുന്നുകളിട്ടുള്ള കഷായങ്ങൾ. അതുകൊണ്ട് ശരീരം മുഴുവനായിട്ട് ഒരു കുളിപ്പിക്കുന്ന പോലെ ധാര ചെയ്യുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ആ ഒരു നീർക്കെട്ട് കുറഞ്ഞു വരും. ശേഷം നമ്മുടെ ആവശ്യാനുസരണം, ഇപ്പം സ്കോളിയോസിസ് പോലത്തെ കണ്ടീഷൻ ആണെങ്കിൽ അവരുടെ ആ വളവിൻ്റെ കോൺവെക്സ് സൈഡിൽ നല്ല സ്റ്റിഫ്നെസ് കാണും, മസിൽസ്. അതിന് നമ്മൾ ഒന്ന് അയക്കാൻ വേണ്ടി ഇലക്കിഴി, പൊടിക്കിഴി, ആവിക്കിഴി ഇതൊക്കെ ചെയ്ത് അയക്കുകയും, ഇതേ സമയം ഓപ്പോസിറ്റ് സൈഡിൽ മസിൽസ് ഭയങ്കര ഒരു ലൂസായിട്ടുള്ള ശക്തിയില്ലാത്ത അവസ്ഥയുണ്ടാവും. അവിടെ നമ്മൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഞവരക്കിഴി, ഞവരലേപം തുടങ്ങിയവ ഉപയോഗിക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ ആ ഒരു മൈൻഡിൻ്റെ ഒരു, ഇപ്പം ഈ അസുഖമുള്ള ഏത് അസുഖമുള്ള ആൾക്കും അതിൻ്റെ ആയിട്ടുള്ള ഒരു മെൻ്റൽ പ്രഷർ, സ്ട്രെസ്സ് ഉണ്ടാവും. അതിനുവേണ്ടി നമുക്ക് ആ മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ധാരകൾ. അപ്പോൾ അത് നമ്മുടെ ആവശ്യാനുസരണം ഓയിലാകാം, അല്ലെങ്കിൽ തക്രധാരയാകാം, ഇങ്ങനെ പല രീതിയിലുള്ള ധാരകൾ കൊണ്ട് നമ്മുടെ ആ മൈൻഡും ഒന്ന് കൺട്രോളാക്കി നമുക്ക് ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനുള്ള യോഗയ്ക്ക് വേണ്ടി ആളെ കൈമാറുന്നൊരു പദ്ധതിയാണ്. നമുക്ക് ഇതിൽ ചെയ്യേണ്ട വേറൊരു കാര്യം, നമുക്ക് വസ്തി എന്നൊരു വിഭാഗമുണ്ട്. അത് നമ്മുടെ ഈ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ വസ്തി വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് നമ്മുടെ ഇപ്പം സ്നേഹവസ്തി എന്ന് പറയും, ഓയിൽ ഉള്ള വസ്തി ഉണ്ടാവും, ഇനിമയുണ്ടാവും, അല്ലെങ്കിൽ കഷായ വസ്തി. ഇപ്പം ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പഴയ കാലം തൊട്ടേ നമ്മൾ വയറിളക്കാതെ മരുന്ന് കൊടുക്കാറില്ല. ഇപ്പൊ പലയിടത്തും അത് വയറിളക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. കാരണം ഇതൊരു വലിയ ഘടകമാണ്. അത് തന്നെ കഴിഞ്ഞപ്പം യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം അതിൻ്റെ തിയറിക്കലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ വേരോടെ പറിച്ചു മാറ്റുക എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇതെല്ലാം ചെയ്ത് നമ്മുടെ ശരീരത്തിനെ ഒന്ന് പാകപ്പെടുത്തിയെടുത്ത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആ ഒരു രീതിയിലാക്കിയിട്ട് നമ്മുടെ യോഗയും ബാക്കി മെഡിറ്റേഷൻസും ഒക്കെ ചേർന്നുകൊണ്ട് ആ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റി മാനസികമായിട്ടുള്ള, അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ സ്ട്രെസ്സിനെയും മാറ്റിക്കൊണ്ട് നമ്മുടെ പൂർണ്ണമായിട്ടും അസുഖത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പ്രധാന ഒരു കാര്യമുണ്ട്, ചെലവില്ലാതെ ഇതിന്റെ കൂട്ടത്തിൽ യോഗ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോകാൻ പറ്റും. അതൊരു വലിയ കാര്യം തന്നെ. കാരണം ഇനി മുന്നോട്ടുള്ള രീതിയിൽ അവർക്ക് അത് കറക്റ്റായിട്ട് ആ ശരീരത്തിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. കാരണം ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ യോഗ ഒന്നും അറിയാത്ത ഒരാൾ ഒരു 14 ദിവസം കഴിയുമ്പം യോഗയുടെ അവർക്ക് ആവശ്യമുള്ള സ്റ്റെപ്സ് എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്യാനൊരു മടി കൂടാതിരിക്കാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്ത് നമുക്ക് എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്ന് മനസ്സിനെ ഉറപ്പിക്കുന്ന ഒരു തരത്തിലുള്ളൊരു സ്വയം തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. അതോടുകൂടി അവർക്ക് പിന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഡോക്ടർ പേര് ജയേഷ് എന്നാണ് പേര്. നമ്മൾ സാധാരണ ഈ പഞ്ചകർമ്മയൊക്കെ ചെയ്യുമ്പോൾ പറയില്ലേ, പരിപൂർണമായിട്ടും വിശ്രമിക്കണം, ശരീരം അനങ്ങാൻ പാടില്ലെന്ന്. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ നന്നായിട്ട് പണിയെടുപ്പിക്കും. മുന്നോട്ടും പിന്നിലോട്ടും വശങ്ങളിലേക്കും ഒക്കെ നടുവേദനയുള്ള ഒരാളെ കൊണ്ടാണെങ്കിൽ പോലും പതുക്കെ വളയിച്ച് ആ വളയലുകളും തിരിയലുകളും കുനിയലുകളും എല്ലാം വേദനയില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കും. അല്ലാതെ ചുമ്മാതെ ഈ പരിപൂർണമായിട്ടും വിശ്രമം എടുത്ത് കിടത്തി വേദന മാറ്റി വിടുകയല്ല ചെയ്യുന്നത്. ഇവിടുന്ന് പോകാറാകുമ്പോഴത്തേക്ക് നമ്മളിവിടെ ചെയ്യിക്കുന്ന അതിൽ വളരെ ഇൻറ്റൻസായിട്ട് നടുവേദനയുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ആസനങ്ങളുണ്ടാവും അതിനകത്ത്. അതൊക്കെ വേദനയില്ലാതെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ, ഒരു വേദനയില്ലാതെ വളരെ ഈസിയായിട്ട് മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കൊക്കെ കുനിയാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കും ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് യോഗ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ നടുവേദനയുടെ ചികിത്സയിൽ. യോഗയോടെ ചെയ്യാതെ പഞ്ചകർമ്മം മാത്രം ചെയ്ത് വിട്ടാൽ അവർ വിശ്രമം എടുക്കുന്നിടത്തോളം വേദനയില്ലാണ്ടിരിക്കും. പക്ഷേ തുടർന്നും ജോലി ചെയ്യുകയും എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ചെയ്യുകയും ചെയ്യുന്നതിനൊപ്പം വേദനയില്ലാതാവണമെങ്കിൽ യോഗ ചെയ്തേ പറ്റൂ. വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞു. പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടവർ, ഇപ്പോൾ ബോംബെയിൽ നിന്ന് വരെ ഇവിടെ ആളെത്തി, രാവിലെ നമ്മൾ കണ്ടത് ആദ്യത്തേതിനകത്ത്. പക്ഷേ ഇവിടെ വരേണ്ട ഒരു വഴി കൃത്യമായിട്ട് എങ്ങനെയാണ് ഡോക്ടറെ? ഇത് നൂറനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഹോസ്പിറ്റൽ. ഏകദേശം നമ്മുടെ അടൂർ എന്ന് പറയുന്നതിന് അടുത്ത് തന്നെ. അടൂരിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ, കായംകുളത്തു നിന്ന് ഒരു 14 കിലോമീറ്റർ. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കായംകുളമാണ്. നൂറനാട് KP റോഡിന്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് വേദ ആയുർഗ്രാം. ഓക്കെ, വേദ ആയുർഗ്രാം എന്ന് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലൊക്കേഷനും മാപ്പും എല്ലാം കിട്ടും. കൂടാതെ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ നമ്പറുണ്ട്, കമന്റ് ബോക്സിൽ നമ്പറുണ്ട്. ഡോക്ടറെ വിളിച്ചിട്ട് തീർച്ചയായിട്ടും ഇവിടെ എത്താൻ പറ്റും.